അടുത്ത തവണ സംസാരിക്കുമ്പോൾ MLA OJ ആയിട്ടായിരിക്കും. അത് പിന്നെ ഒന്ന് പാർട്ടി പ്രഖ്യാപിക്കണം, ഒരു സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കണം. രണ്ട്, തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നമുക്കത് പിടിച്ചെടുക്കാൻ വേണ്ടി ഞാൻ അതിൽ വളരെ ആത്മവിശ്വാസമാണ്. OJ ജനീഷ് എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും. ഞാൻ പരിപൂർണമായി സംഘടനാ രംഗത്ത് നിന്ന് മാത്രം വന്ന ഒരാളാണ്. ഞാൻ മാധ്യമ ഫ്ലോറുകളിൽ നിങ്ങൾ എന്നെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ഞങ്ങൾ എന്നെ പൊതുവേദികളിലും പോലും പലപ്പോഴും കണ്ടിട്ടില്ല. ആ പരിപാടി സംഘടിപ്പിച്ചിട്ട് ചിലപ്പോൾ താഴെ ഇറങ്ങി നിൽക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഉണ്ടായിക്കണം. തൃശ്ശൂരിലെ തന്നെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ എൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊന്നും ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രചരണ പരിപാടികളിലെ ഒരു ക്യാമ്പയിൻ്റെ ബോർഡിലും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായ ഞാനോ ആരുടെയും ഫോട്ടോ ഉണ്ടാകില്ല എന്നുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ സമയത്ത് പോലും ഈ ഒരു പോപ്പുലാരിറ്റിയെ സംബന്ധിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. സംഘടന എന്നൊരു പരിപൂർണ്ണ ബോധ്യത്തിലാണ് എല്ലാ കാലത്തും പോയിട്ടുള്ളത്. മാതൃഭൂമി പത്രത്തിനകത്ത് ഒരു എഡിറ്റോറിയൽ അടക്കം അതിനെ സംബന്ധിച്ചൊക്കെ വന്നിട്ടുണ്ട്. അത് കോൺഗ്രസിനകത്ത് ശീലമില്ലാത്തൊരു കാര്യമാണ് എന്ന് പറഞ്ഞ് തൃശ്ശൂർ ക്യാമ്പ് കഴിഞ്ഞത് മാതൃഭൂമി പത്രത്തിനകത്ത് എഡിറ്റോറിയൽ കോളത്തിലാണ് അന്നത് വന്നത്.